എക്സാമിന് ട്രയാങ്കിൾസിൽ ബി പി ടി എന്ന് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നിങ്ങൾ നോക്കുക, രണ്ട് ടൈപ്പിൽ വരാറുണ്ട്. ഇൻ ദ ഫിഗർ ഇവിടെ ഒരു ട്രപ്പീസിയം തന്നിട്ടുണ്ട്. ആ ട്രപ്പീസിയത്തിന് റേഷ്യോ 7FE = 10 MN എന്ന് പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. കുട്ടികളൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ജസ്റ്റ് നോക്കുക, ഇതിൽ ആദ്യം ഗിവൺ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം. ഇത് ഇങ്ങനെ വരാറുണ്ട്. ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 7FE = 10 MN ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, FE/MN = 10/7. ഇങ്ങനെയും ചോദിക്കാറുണ്ട്. രണ്ട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇതിൽ വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് കോൺസെപ്റ്റ് സാറ് പറഞ്ഞുതരാം. BPT എല്ലാവർക്കും അറിയും. BPT ആദ്യം നമുക്ക് BPT ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഇപ്പോൾ BPT ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ABC DE, ഇവിടെ DE പാരലൽ ടു BC ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് AD/DB = AE/EC. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയാം. ബട്ട് ഇത് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്, പാരലൽ ലൈൻസ് വരുന്ന കോൺസെപ്റ്റ് നോക്കണം. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് വരുന്ന കോൺസെപ്റ്റ് D എടുക്കുകയാണെന്നുണ്ടെങ്കിൽ AD/AB = DE/BC = AE/AC എന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് പാരലൽ ലൈൻസ് ബിറ്റ്വീൻ ഈ ലൈൻസ് എടുക്കുമ്പോൾ റേഷ്യോ എന്താവും? AD എടുത്താൽ അടുത്തത് ഡിനോമിനേറ്ററിൽ AB എന്ന് വരും. ദെൻ AE എടുത്താൽ താഴെ AC കംപ്ലീറ്റ് വരും. ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഇവിടെ എഴുതി വെക്കാം. വാട്ട് ഈസ് എന്താ ടു പ്രൂവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്താണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്? ഇവിടെ 7FE = 10 MN എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെയാണ് ഗിവൺ ശ്രദ്ധിക്കുക. ഫസ്റ്റ് തന്നെ ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? PO = 2 MN. ഇത് നിങ്ങൾ മറന്നു പോകരുത്. PO = 2 MN ഇതവിടെ തന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മളിത് വായിച്ച് നോക്കുകയാണെങ്കിൽ ഈ 3 ലൈൻസ് പാരലലാണ്. അതായത് MN പാരലൽ ടു FE പാരലൽ ടു PO. ഇത് മൂന്നും എന്താണ്? പാരലലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഈ 3 ലൈൻസും പാരലലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് മനസ്സിലായി. ഇനി ഫിഗറിലോട്ട് വരിക. ഫിഗറിലോട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് FEയും MNഉം തമ്മിലാണ് റിലേഷൻ. അപ്പോൾ നിങ്ങൾ ഇതാ ഈ XEയും FXും കണ്ടിട്ട് അത് ആഡ് ചെയ്താൽ ആൻസർ കിട്ടും. XEയും FXും കണ്ടിട്ട് ആഡ് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാർ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഈ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ഓക്കെ, ഡൗട്ടുള്ള ആൾക്കാർ ആ ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആ ട്രയാങ്കിൾ എടുക്കുമ്പോൾ നമുക്കിതാ ഇതൊന്ന് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാം, ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കതി ഇതാ ഈ യെല്ലോ ട്രയാങ്കിൾ എടുത്തു. എന്നിട്ട് ഇൻ ട്രയാങ്കിൾ PNO എടുത്തു. അതിൽ നമുക്കറിയാം XE പാരലൽ ടു PO ആണ്. ആദ്യം ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇത് 3 ആണ്, ഇത് 4 ആണ് അല്ലേ? ഫസ്റ്റ് ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട് 3:4. ഇത് 3, ഇത് 4. അപ്പോൾ ഇവിടെ 3, ഇത് 4. അപ്പോൾ ഇവിടെ 3, ഇത് 4. എല്ലാതും സെയിം റേഷ്യോയിലാണല്ലോ കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 3, ഇത് 4 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് XE നേരത്തെ പറഞ്ഞ പോലെ പാരലൽ ലൈന് കൊണ്ടുവരണം. എന്താണ് പാരലൽ ലൈന് കൊണ്ടുവരണമെങ്കിൽ NE/NO എടുക്കണം. NE/NO എടുക്കണം. അപ്പോഴാണ് നമുക്ക് XE/PO എന്ന് എഴുതാൻ പറ്റുള്ളൂ. കണ്ടോ? NE/NO എടുത്താൽ XE/PO എന്ന് എഴുതാം. ഇവിടെ സാറ് നേരത്തെ കാണിച്ചു തന്ന അതേപോലെ ഈക്വൽ ടു. അപ്പം ഈക്വൽ ടു എന്താ? XE NE എന്ന് പറഞ്ഞാൽ 3 ആണ്, NO പറഞ്ഞാൽ കംപ്ലീറ്റ് 7 ആണ്. ഇനി നോക്കുക,
അപ്പോൾ എക്സ് ഇ ബൈ പി ഒ ഈക്വൽ ടു 3/7 ആണ്. നിങ്ങൾ ആ ഗിവൺ ഒന്ന് ചെക്ക് ചെയ്യണേ. എന്താണ് ഗിവൺ? പി ഒ ഈക്വൽ ടു 2mn ആണ്. അപ്പോൾ നമുക്ക് പി ഒനെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് കൊടുക്കാം? പി ഒയെ ചേഞ്ച് ചെയ്യാം. പി ഒയെ ചെയ്തെടുത്തിട്ട് 2mn എന്ന് കൊടുക്കാം. പി ഒനെ മാറ്റിയിട്ട് 2mn ഈക്വൽ ടു 3/7. ഇനി ഈ ബൈ 2 അവിടെ പോകുമ്പോൾ എന്താവും? ഇൻറ്റു 2 ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റു 2 ആവും. അപ്പോൾ 2 ഇൻറ്റു 3 6/7 ആകും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ എക്സിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി അവിടെ വെച്ചു. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആർക്ക് ഇക്വേഷൻ ഉണ്ടാക്കണം? ഇനി നമ്മൾ നേരെ ബാക്കിയുള്ള എഫ് എക്സിന് ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ എഫ് എക്സിന് ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എടുക്കാം. ഈ ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിൾ ഏതാണ്? ആ ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ പി എം എൻ. ശ്രദ്ധിക്കണം, ട്രയാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന പി എന്നാണ്. ട്രയാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്, പി എന്നാണ്. അപ്പോൾ നമ്മളത് എഫ് എക്സ് വരണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എഴുതണം? പി എഫ് ബൈ പി എം ഈക്വൽ ടു എഫ് എക്സ് ബൈ എം എൻ എന്ന് എഴുതണം. നിങ്ങൾക്കറിയാം ഇത് 3ഉം 4ഉം ആണ്. നേരത്തെ നമ്മൾ റേഷ്യോ നോക്കി. അപ്പോൾ എഫ് എക്സ് ബൈ എം എൻ എന്ന് പറഞ്ഞാൽ എന്താ? 4 വരും. കംപ്ലീറ്റ് എന്താ? 7 വരും അല്ലേ? ഇത്ര 4 ആണ്. കംപ്ലീറ്റ് ബാക്കി എത്രയാണ്? കംപ്ലീറ്റ് വരുമ്പോൾ 7 വരും. ഇത് സെക്കൻഡ് ഇക്വേഷൻ. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഇ ബൈ എം എൻ. അപ്പോൾ എക്സ് ഇ ബൈ എം എൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ എന്താ? ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താ? എഫ് എക്സ് ബൈ എം എൻ. എഫ് എക്സ് ബൈ എം എൻ. എൽ എച്ച് എസ് ആഡ് ചെയ്താൽ ആർ എച്ച് എസ് ഓൾസോ ആഡ് ചെയ്തിരിക്കണം. 6/7 പ്ലസ് 4/7. ഇനി നോക്കുക, നിങ്ങൾ തന്നെ നോക്ക്, ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ എക്സ് ഇ പ്ലസ് എഫ് എക്സ് ഈക്വൽ ടു എം എൻ വരും. ഇവിടെ എന്താ വരിക? ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. എക്സ് ഇ പ്ലസ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇ പ്ലസ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എഫ് ഇ ആണത്. അപ്പോൾ എഫ് ഇ ബൈ എം എൻ ഈക്വൽ ടു 10/7 ആണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്നില്ലേ, ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കാണാനാ പറയുള്ളൂ. ഇവിടെ നമ്മളോട് ക്രോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ 7FE ഈക്വൽ ടു 10mn. ഹെൻസ് പ്രൂവ്ഡ്. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.